വീണു ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ ഒരു 10 മണിയൊക്കെ ആയപ്പോ അനീഷേട്ടന്റെ ഓട്ടോയും വിളിച്ച് ഞാൻ നേരെ അമ്മുന്റെ വീട്ടിൽ പോയി. അവിടെ ഇന്ന് ഉത്സവാട്ടോ. എന്നേക്കാ മുന്നേ ഈ രണ്ട് സാധനങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെ ചെന്നാലും പ്രധാന പരിപാടി ഞമ്ഞ്ഞമായതുകൊണ്ട് ഞാനും കൂടി അതിനകത്തോട്ട് കൈവച്ചിട്ടുണ്ട്. പുറത്ത് മേളക്കാർക്കുള്ള ഫുഡ് റെഡി ആക്കുമ്പോ കൂട്ടുകാരനെ പരിചയപ്പെടുത്തി തരാട്ടോ ദീപമാമൻ. ആ ഗ്യാപ്പില് 2 കഷ്ണം ചോക്ലേറ്റ് ഞാൻ അകത്താക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം പുറത്ത് പോയിട്ട് വണ്ടിക്കാളെ കടർന്ന് വായി നോക്കി നിൽക്കുവായിരുന്നേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് മാർച്ച് 10 വീഡിയോ ആട്ടാ. അവരെ വെച്ച ബീഫിന്ന് ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പോയി ഞാനാട്ടാ. പാത്രം കാലിയായിന്നേ. ഞാൻ മാമനെ കഷ്ണം തന്നിട്ട് 2 പീസും കൂടി തന്നിട്ട് എന്നാ മോളെന്ന് പറഞ്ഞുട്ടാ. തിളക്കണ ഉരുളിനാട്ട എടുത്തത്. അതുകൊണ്ട് തന്നെ ചൂട് ഒട്ടും ഉണ്ടായില്ലാട്ടാ. ഭാഗ്യത്തിന് വായലത്തെ തൊലിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നും പോയിട്ടുണ്ടായില്ല. പുറത്ത് വെക്കണത് മേളക്കാർക്കാണ്, പക്ഷെ അകത്ത് വെക്കണത് നമുക്കാണ്. ബിരിയാണി തമ്മിടുന്ന മാമി പറയുന്നത് വേറെ ഒന്നുമല്ലേ, ഞാൻ എപ്പോഴെങ്കിലും ഒരു നല്ല കോലത്തിൽ നിൽക്കുമ്പോ നീ ഒരു വീഡിയോ എടുക്കുമെന്നാണ് ട്ടാ. ഇവിടെ ഒരാള് പിന്നെ ഭയങ്കര ബ്രൂട്ടീഷ്യൻ പരിപാടിയിലാണേ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് ഫോണ് ഇവന്റെതാണത്, ഇവന്റെ മാത്രം. ഫോണൊന്ന് ചൂടായപ്പോ തണുപ്പിക്കാൻ വേണ്ടി വെച്ചതാട്ടാ. പുറത്തപ്പോഴേക്കും മേളക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായേ. അവിടെ വെച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വിനുന്റെ ഫ്രണ്ട് ശബരിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. ശബരി അമ്മുന്റെ മാമനും ഒരു സ്റ്റേഷനിലായിട്ട് വർക്ക് ചെയ്യണേ. പിന്നെ ഇവന്റെ ഈ കുന്ത്രാണ്ടം വെച്ച് പാട്ട് ഇട്ട് നടക്കുവായിരുന്ന ഞാൻ സാധനം എന്തായാലും കൊള്ളാട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.